കഴിഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ് പറയുന്നതിന് മുമ്പ് നിങ്ങൾ അറിയണം എങ്ങനെയാണ് എക്സാം സ്ട്രക്ചർ എന്ന്. ആ എക്സാം സ്ട്രക്ചർ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് കട്ട് ഓഫ് പ്രോപ്പർ ആയിട്ട് അങ്ങോട്ട് കിട്ടത്തുള്ളൂ. കാര്യം 170 48.5 കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നോക്കാം, 3 ഘട്ടങ്ങളായിട്ടാണ് ഇവിടെ സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് ഹൈക്കോർട്ട് ടെസ്റ്റിന്റെ. അതായത് ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ആദ്യം ഒബ്ജക്റ്റീവ് എക്സാം ആണ്, അതിനുശേഷം രണ്ടാമത് വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ്, പിന്നെ ഇന്റർവ്യൂ. അങ്ങനെ 3 ഘട്ടങ്ങളായിട്ടാണ് നമ്മുടെ പരീക്ഷയുടെ സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റീവ് ടോട്ടൽ 100 മാർക്കിനാണ് വരുന്നത്. അവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്? 50 മാർക്ക് ഇംഗ്ലീഷ് ആണ്, ദെൻ 40 മാർക്ക് ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ്, 10 മാർക്ക് മാത്സ് റീസണിംഗ് ആണ്. അടുത്ത ഡിസ്ക്രിപ്റ്റീവ് നോക്കുമ്പോൾ അവിടെ 60 മാർക്കിനാണ് ഡിസ്ക്രിപ്റ്റീവിന്റെ എക്സാം വരുന്നത്. ടോട്ടൽ എത്ര മാർക്കായി? 160 മാർക്കായി. പിന്നെ ഇന്റർവ്യൂ 10 മാർക്കിനാണ് വരുന്നത്. സോ ടോട്ടൽ നോക്കുകയാണെങ്കിൽ എത്ര മാർക്കാണ്? 170 മാർക്കാണ് സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത്. അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും ഒരേ ദിവസമാണ് എക്സാം നടക്കുന്നത്. ഒബ്ജക്റ്റീവ് ക്ലിയർ ചെയ്താൽ മാത്രമേ, അതായത് ഒബ്ജക്റ്റീവിന്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മാത്രമേ ഒരാളുടെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ വാല്യൂ ചെയ്യത്തുള്ളൂ. അപ്പോൾ മനസ്സിലാക്കുക, ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും നിങ്ങൾ എഴുതിയേ പറ്റത്തുള്ളൂ, എന്തായാലും എഴുതിയേ പറ്റത്തുള്ളൂ. പക്ഷേ ഒബ്ജക്റ്റീവിന്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മാത്രമേ ഡിസ്ക്രിപ്റ്റീവിന്റെ പേപ്പർ വാല്യൂ ചെയ്യത്തുള്ളൂ. യെസ്, അതായത് ഹൈക്കോർട്ട് ടെസ്റ്റ് പരീക്ഷയ്ക്ക് ഒറ്റ കട്ട് ഓഫ് മാത്രമേ വരുന്നുള്ളൂ, ഒബ്ജക്റ്റീവിന്റെ കട്ട് ഓഫ് മാത്രമേ വരുന്നുള്ളൂ. അത് കഴിഞ്ഞ തവണ വന്നത് 48.5 മാർക്കാണ്. 48.5 മാർക്ക്. അപ്പൊ നിങ്ങൾ യൂട്യൂബിൽ നോക്കുമ്പോൾ 48.5 മാർക്കാണ് കഴിഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ്. അപ്പൊ നിങ്ങൾ ഇന്ന് ചിന്തിക്കും, അയ്യോ അതങ്ങനെ ശരിയാവും, 170 മാർക്കിൽ 48.5 ഒരു ചെറിയ കട്ട് ഓഫ് അല്ലേ, എല്ലാവർക്കും പറ്റത്തില്ല. അങ്ങനെയല്ല, എല്ലാവർക്കും പറ്റുന്ന ഒരു എക്സാം ആണ്. പക്ഷേ ഇങ്ങനെയാണ് കട്ട് ഓഫ് വരുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ ഒന്ന് അനലൈസ് ചെയ്താലും, കഴിഞ്ഞ പരീക്ഷ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അപ്പൊ നോക്കാം, ഈ കാണുന്നത് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ ആണ്, 2024 വന്ന നോട്ടിഫിക്കേഷൻ. അപ്പൊ നമ്മൾ വിചാരിക്കും 2024 നോട്ടിഫിക്കേഷൻ വന്നാൽ എങ്ങനെ 2026 പുതിയ നോട്ടിഫിക്കേഷൻ വരും, 27 വരേണ്ടത്? അല്ല. അതായത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, ഹൈക്കോർട്ട് ഒ എ ആയിക്കോട്ടെ, 2 നോട്ടിഫിക്കേഷനാണ്. അതായത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ക്വാളിഫിക്കേഷൻ വരുന്ന ഡിഗ്രിയാണ്, ഹൈക്കോർട്ട് ഒ എ ആണെങ്കിൽ SLC ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഡിഗ്രി ഉള്ളവർക്ക് എഴുതാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പൊ നോക്കാം, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആയാലും ഹൈക്കോർട്ട് ഒ എ ആയാലും അവിടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി വരുന്നത് 2 വർഷമാണ് കാലാവധി വരുന്നത്, 3 വർഷമല്ല. സാധാരണ PSC നോട്ടിഫിക്കേഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 3 വർഷമാണ്. പക്ഷേ ഇവിടെ ഹൈക്കോർട്ടിന് 2 വർഷമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി വരുന്നത്. അതായത് 2024 നോട്ടിഫിക്കേഷൻ വന്നു, 2025 ഏപ്രിൽ മാസം അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നു. ആ റാങ്ക് ലിസ്റ്റിന് 2027 ഏപ്രിൽ മാസം വരെയാണ് കാലാവധി ഉള്ളത്. അപ്പൊ അടുത്ത ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസത്തിൽ പുതിയ റാങ്ക് ലിസ്റ്റ് ഇഷ്യൂ ചെയ്യണം. പുതിയ റാങ്ക് ലിസ്റ്റ് മെയ് മാസമൊക്കെ വരണമെങ്കിൽ, അടുത്ത വർഷം മെയ് മാസം വരണമെങ്കിൽ 2026 ഈ സമയം സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ പോകുന്ന ഡൗട്ടാണ്, സെപ്റ്റംബറിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ നോക്കുക, പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യത 2026 ഒരു സെപ്റ്റംബർ മാസം അല്ലെങ്കിൽ ഒക്ടോബർ മാസമാണ് നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യത. ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 4 മാസം 5 മാസമൊക്കെ നമുക്ക് പ്രിപ്പറേഷന് സമയം കിട്ടും. സോ സെപ്റ്റംബറിൽ വരികയാണെങ്കിൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, അതായത് 2027 ഒരു ജനുവരി മാസം അല്ലെങ്കിൽ ഫെബ്രുവരി മാസമൊക്കെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. അതിനുശേഷം ഒരു ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോൾ റിസൾട്ട് വരും. ദെൻ അത് കഴിഞ്ഞ് ഒരു ഇന്റർവ്യൂ കാണും. ഫൈനൽ റാങ്ക് ലിസ്റ്റ് 2027 മെയ് മാസം അല്ലെങ്കിൽ ജൂൺ മാസം ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരും. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കുക, ഞാൻ ഈ 2027 ജൂൺ മാസം ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമെന്ന് പറയുമ്പോൾ ഇനി അങ്ങോട്ട് എത്ര മാസമുണ്ട്? ഇനി അങ്ങോട്ട് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ഓഗസ്റ്റിലാണ്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, 10 മാസം. അതായത് നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ 10 മാസത്തിനകം നമുക്ക് സർവീസിലേക്ക് കയറാൻ പറ്റും. അങ്ങനെ 10 മാസത്തിനകം സർവീസിലേക്ക് കയറാൻ പറ്റുന്ന മറ്റെന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടോ? ഇല്ല, ഒരു നോട്ടിഫിക്കേഷനും ഇല്ല. സോ നിങ്ങൾ വളരെ പെട്ടെന്നൊരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ നോട്ടിഫിക്കേഷൻ മിസ് ചെയ്യരുത്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അപ്ലൈ ചെയ്യത്തുള്ളൂ, ഒരു 50,000-ഓളം ആൾക്കാർ മാത്രമേ അപ്ലൈ ചെയ്യത്തുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ തവണ 41 വേക്കൻസിയിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. ആ റാങ്ക് ലിസ്റ്റിൽ ഏതാണ്ട് 80ഓളം നിയമനങ്ങളാണ് ടോട്ടൽ ഇതുവരെ നടന്നത്. അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിനകത്തും, അപ്പോൾ ഇനിയും ആ റാങ്ക് ലിസ്റ്റിനകത്ത് നിയമനം നന്നായിട്ട് നടക്കും. ഓക്കെ, അപ്പോൾ ചില പ്ലാറ്റ്ഫോമിലൊക്കെ 130+ നിയമനം നടന്നൊക്കെ പറയുന്നത് എനിക്ക് ഉറപ്പില്ല. എനിക്കറിയാമെന്നുള്ളത് 80+ നിയമനങ്ങളാണ് ഈ റാങ്ക് ലിസ്റ്റിൽ നടന്നിരിക്കുന്നത്. വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിൽ നമുക്ക് അത്രത്തോളം നിയമനങ്ങൾ ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാം. അതിൽ വരുന്ന വേക്കൻസി, അതായത് എത്ര വേക്കൻസി ആണുള്ളത്, ഫോർ എക്സാമ്പിൾ അടുത്ത നോട്ടിഫിക്കേഷൻ വരുമ്പോൾ 50 വേക്കൻസി ആണുള്ളത്. ആ 50 വേക്കൻസിയും റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ തന്നെ ഫില്ലാകും. ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് എത്ര സാലറി കിട്ടുന്നോ അത്രയും സാലറി ഇവിടെയും നമുക്ക് കിട്ടും. എങ്ങനെയാണ് അവിടെ പ്രൊമോഷൻ ഓർഡർ വരുന്നത്, അതേപോലെയാണ് ഇവിടെയും പ്രൊമോഷൻ ഓർഡർ വരുന്നത്. ഹൈക്കോർട്ടിലെ ക്ലറിക്കൽ ജോലിയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് ആർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റും, അത് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ക്വാളിഫിക്കേഷൻ എന്താണ്? ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി ഫ്രം എ വാലിഡ് യൂണിവേഴ്സിറ്റി ആണ്. ഒരിക്കൽ കൂടെ, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി ഫ്രം എ വാലിഡ് യൂണിവേഴ്സിറ്റി. അവിടെ ഒരു ക്വസ്റ്റ്യൻ വരും, LLB ഒക്കെ ആക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണ്. എടാ, അവിടെ നമ്മുടെ ജോലി എന്താണ്? ഹൈക്കോർട്ടിലെ ക്ലറിക്കൽ ജോലികൾ ചെയ്യുക, ഇതാണ് നമ്മുടെ ജോലി വരുന്നത്. ഓക്കെ,
അപ്പോൾ ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി ഫ്രം എ വാലിഡ് യൂണിവേഴ്സിറ്റി, പക്ഷേ നിങ്ങൾക്ക് 50% ഡിഗ്രിക്ക് മാർക്ക് ഉണ്ടായിരിക്കണം. ഈവൻ നിങ്ങൾക്ക് 50% മാർക്ക് ഇല്ലെന്ന് സങ്കല്പിച്ചോ. നിങ്ങൾക്ക് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് LLB ക്വാളിഫിക്കേഷൻ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇനി അത് കഴിഞ്ഞ ഏജ് ലിമിറ്റ് എങ്ങനെയാണ് വരുന്നത് ശ്രദ്ധിക്കാം. കേരള PSC ഏജ് ലിമിറ്റ് 40 വയസ്സ് വരെ ഉയർത്തിയിട്ടുണ്ട്, പക്ഷേ ഹൈക്കോർട്ട് ഉയർത്തിയിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ ഉയർത്തിയിട്ടില്ല. അവിടെ ജനറൽ കാറ്റഗറി നോക്കുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അത് കഴിഞ്ഞ് OBC ആണെങ്കിൽ ഇപ്പോൾ അൺറിസർവ്ഡ് കാറ്റഗറി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. OBC 3 വർഷം ഇളവുണ്ട്. 18 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. SC/ST ആണെങ്കിൽ 5 വർഷം ഇളവുണ്ട്. 18 വയസ്സ് മുതൽ 41 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. സോ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ മനസ്സിലായി, ഏജ് ലിമിറ്റ് മനസ്സിലായി. നോട്ടിഫിക്കേഷൻ നമുക്കൊരു അടുത്ത മാസമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് കേരള PSC അല്ല. ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് കേരള PSC അല്ല, മറിച്ച് ആരാണ്? ഹൈക്കോർട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു സർക്കാർ ജോലിയാണോ? ഓക്കെ, ഇതൊരു സർക്കാർ ജോലിയാണോ എന്ന് ചോദിച്ചാൽ സത്യസന്ധമായിട്ട് പറയാം, അല്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും സർക്കാർ ജോലിയല്ലല്ലോ, പിന്നെ നമ്മൾ എന്തിനു പഠിക്കണം, പ്രൈവറ്റ് സെക്ടറിൽ അങ്ങ് പോയപ്പോൾ. എടാ, ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സർക്കാർ ജോലിയാണോ? അല്ല. യൂണിവേഴ്സിറ്റി ഒരു ഓട്ടോണമസ് ബോഡിയാണ്. അതേപോലെ തന്നെ നമ്മൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, ഇപ്പോൾ നമ്മൾ KSEB അസിസ്റ്റന്റായിട്ട് കയറുന്നു, KSEB അസിസ്റ്റന്റായിട്ട് കയറുന്നു, സർക്കാർ ജോലിയാണോ? അല്ല, പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. അതേപോലെയാണ് ഹൈക്കോർട്ടും വരുന്നത്. ഇത് പൂർണ്ണമായിട്ടും ഒരു ഗവൺമെന്റ് ജോബാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പോൾ വാട്ടർ അതോറിറ്റിയിൽ നമ്മൾ കയറാണ്, ഗവൺമെന്റ് ജോബ് എന്ന് പറയാൻ പറ്റും? പറ്റത്തില്ല. KSEBിൽ കയറുന്നു പറ്റൂ, KMMRൽ കയറുന്നു പറ്റൂ, കെൽട്രോണിൽ കയറുന്നു പറ്റൂ? അല്ല. അപ്പോൾ ഹൈക്കോർട്ടും അതേപോലെയാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഹൈക്കോർട്ട് KSR റൂളാണ് ഫോളോ ചെയ്യുന്നത്, കേരള സർവീസ് റൂൾസ് ആണ് ഫോളോ ചെയ്യുന്നത്. സോ നമുക്കത് അങ്ങനെയാണെന്ന് നമുക്ക് പറയാം, തെറ്റൊന്നുമില്ല. സർക്കാർ ജോലിയാണെന്ന് പറയാൻ തെറ്റൊന്നുമില്ല. അതേപോലെ തന്നെ അവിടെ പെൻഷൻ വരുന്നത് NPS ഫോളോ ചെയ്യുന്നുണ്ട്, നാഷണൽ പെൻഷൻ ഫോളോ ചെയ്യുന്നുണ്ട്, സ്കീം ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമുക്കൊരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റായിട്ട് കയറുന്ന ഒരാൾക്ക് എത്ര പെൻഷൻ കിട്ടുന്നു, ആ പെൻഷൻ ഇവർക്കും കിട്ടും. മാത്രമല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സന്തോഷമുള്ള ഒരു ജോലിയാണ്. മീൻസ് നമുക്ക് അവിടെ വെക്കേഷനൊക്കെ വളരെ കൂടുതലാണ്. സമ്മർ വെക്കേഷൻ കിട്ടും, ഓണം വെക്കേഷൻ കിട്ടും, ക്രിസ്മസ് വെക്കേഷൻ കിട്ടും. അങ്ങനെ വെക്കേഷനൊക്കെ ഭയങ്കര കൂടുതലാണ്. ബാക്കി വേറെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒക്കെ വളരെ കുറവ്. ഹാപ്പി ആയിട്ട് ജോലി ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഒരു മൈനസ് കൂടെ ഉണ്ട്. മൈനസ് എന്താണ്? മൈനസ് എന്ന് പറയുന്നത് ഉള്ള കാലം മൊത്തം നമ്മുടെ എറണാകുളത്ത് പോയി നിൽക്കേണ്ടി വരും. അതായത് കേരള ഹൈക്കോർട്ട് എറണാകുളത്ത് മാത്രമാണുള്ളത്. ഹൈക്കോർട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നത്? എറണാകുളത്താണ്. അപ്പോൾ നമ്മൾ പെൻഷൻ ആകുന്നത് വരെ 60 വയസ്സ് വരെ നമ്മൾ എറണാകുളത്ത് സ്റ്റേ ചെയ്യേണ്ടി വരും. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. നമ്മൾ സ്റ്റാർട്ടിങ് കയറുമ്പോൾ തന്നെ ഒരു 40,000-ലധികം സാലറി നമുക്ക് കിട്ടും. ഹാപ്പിയാണ്, സന്തോഷമാണ്. പിന്നെ ബാക്കി എന്താ? ബാക്കി വേറൊന്നും പറയാനൊന്നുമില്ല. ഇനി കഴിഞ്ഞ റാങ്ക് ലിസ്റ്റും കൂടെ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒബ്ജക്റ്റീവിൻ്റെ കട്ട് ഓഫ് ആണ്. അതായത് 3 ഘട്ടങ്ങളായിട്ടാണ് സെലക്ഷൻ പ്രോസസ് നടക്കുന്നത്. ഒബ്ജക്റ്റീവ്, ഡിസ്ക്രിപ്റ്റീവ്, ഇൻ്റർവ്യൂ. അവിടെ ഒബ്ജക്റ്റീവിൻ്റെ കട്ട് ഓഫ് ആണ് 48.5. ഒറ്റ കട്ട് ഓഫ് മാത്രമേ കഴിഞ്ഞ പരീക്ഷയ്ക്കും, അല്ല എല്ലാ പരീക്ഷയ്ക്കും ഒറ്റ കട്ട് ഓഫേ ഉള്ളൂ. കഴിഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ് വന്നിട്ട് 48.5 ആണ്. സോ നിങ്ങൾ 48.5 മാർക്ക് കഴിഞ്ഞ പരീക്ഷയ്ക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിനകത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് ഒന്ന് പരിശോധിച്ചാലോ? യെസ്, കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ കാണുന്നതാണ് മെയിൻ റാങ്ക് ലിസ്റ്റ്. നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാനിതിനൊന്ന് എൻലാർജ് ചെയ്ത് തരാം. ടോട്ടൽ 170 മാർക്കാണ്. ടോട്ടൽ 170. ഇതിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിയുടെ മാർക്ക് ഉണ്ടോ? 107 മാർക്കാണ്. ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിയുടെ മാർക്ക് 107ആണ്. അപ്പോട്ടെ, ഫസ്റ്റ് റാങ്ക് ആണ്, നല്ല 170 107. അതായത് ഒരു PSC എക്സാം ഒക്കെ നിങ്ങൾ കമ്പയർ ചെയ്യണം. അവിടെ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് ടെസ്റ്റ് ഒക്കെ ആണെങ്കിൽ 200-ൽ 143ഒക്കെയാണ് കട്ട് ഓഫ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ കട്ട് ഓഫ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇനി അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഞാനൊരു 20ാമത്തെ റാങ്കുകാരനെ എടുക്കുകയാണ്, അല്ലെങ്കിൽ പോട്ടെ 20ാമത്തെ റാങ്കുകാരനെ എടുക്കുമ്പോൾ അവിടെ മാർക്ക് എത്രയാണ്? 96ആണ്. 170-ൽ 96ആണ്. അപ്പം നമുക്ക് ഈ മാർക്ക് മേടിക്കാൻ പറ്റത്തില്ല. ആ സ്കില്ല് നമുക്കില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഒബ്ജക്റ്റീവ്, ഡിസ്ക്രിപ്റ്റീവ്, ഇൻ്റർവ്യൂ കൂടെ ചേർത്തിട്ട് 96 മാർക്ക് സ്കോർ ചെയ്തൊരു കുട്ടിയുടെ റാങ്ക് 20ാമത്തെ റാങ്കാണ്. അപ്പോൾ അവിടെ നോക്കുക, ഇപ്പോൾ 19ാമത്തെ റാങ്ക് എടുക്കുകയാണ്. 19ാമത്തെ റാങ്ക് നോക്കുമ്പോൾ ആരാ? നിധി എടുക്കുകയാണ്. സോ 19ാമത്തെ റാങ്ക് നോക്കുമ്പോൾ അവിടെ ആ കുട്ടി 49.25 മാർക്കാണ് ഒബ്ജക്റ്റീവിന് സ്കോർ ചെയ്തത്. കട്ട് ഓഫിനെക്കാളും 0.75 മാർക്ക് മാത്രമേ കൂടുതൽ സ്കോർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആ കുട്ടിക്ക് 19ാമത്തെ റാങ്ക് കിട്ടി. അവിടെ നോക്കിയേ, ഡിസ്ക്രിപ്റ്റീവിന് ആ കുട്ടി 40 മാർക്കാണ് സ്കോർ ചെയ്തത്. 60-ൽ 40 മാർക്ക് സ്കോർ ചെയ്തു. ഇൻ്റർവ്യൂ പെർഫോമൻസ് കുറവായിരുന്നു, 6.5 ആയിരുന്നു. പക്ഷേ ടോട്ടൽ 96 മാർക്ക്. എത്രാമത്തെ റാങ്ക് നേടി? 19ാമത്തെ റാങ്ക് നേടി. അപ്പോൾ ശ്രമിച്ചാൽ ഒരു 8 മാസം, അല്ല പരീക്ഷയ്ക്ക് ഇനി 8 മാസം ഒന്നും കാണത്തില്ല, എക്സാം നോക്കുകയാണെങ്കിൽ ഒരു 6 മാസം മാറ്റി വെക്കാൻ റെഡിയാണെങ്കിൽ, ഒരു 180 ദിവസം മക്കളെ നിങ്ങൾ മാറ്റി വെക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോ, പഠിച്ചു തുടങ്ങിക്കോ, പെട്ടെന്ന് നമുക്ക് സർവീസിലേക്ക് കയറാം. ഓക്കെ, ക്ലിയർ ആണ്. അവിടെയും എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഭയങ്കര തിരക്കുള്ള ഒരാളാണ്.
എനിക്ക് പഠിക്കാൻ വളരെ കുറച്ച് സമയം മാത്രമേ കിട്ടത്തുള്ളൂ, സൺഡേ മാത്രം പഠിക്കാം, സാറ്റർഡേ മാത്രം പഠിക്കാം, അങ്ങനെ നമുക്ക് കിട്ടത്തില്ലേ? കിട്ടത്തില്ല. ആദ്യമേ പറയാം, കിട്ടാൻ സാധ്യത കുറവാണ്. നിങ്ങൾ ഈ 6 മാസം ഡെഡിക്കേറ്റഡ് ആയിട്ട് എല്ലാ ദിവസവും ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ മാറ്റി വെക്കാൻ റെഡിയാവും. നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. 6 മാസം 180 ദിവസം സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ വിചാരിക്കും പറ്റുമോ? എടാ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അതായത് നിങ്ങളെ കുറച്ച് വർഷം ഞാൻ പുറകിലോട്ട് കൊണ്ടുപോകാം. നിങ്ങളെ കുറച്ച് വർഷം ഞാൻ പുറകിലോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ നിങ്ങൾ LKG മുതൽ നിങ്ങളുടെ ഡിഗ്രി വരെ എത്ര വർഷമാണ്? LKG UKG 2 വർഷം, പിന്നെ +2 വരെ 12 വർഷം, ഡിഗ്രി 3 വർഷം, ടോട്ടൽ 17 വർഷം. 17 വർഷം നിങ്ങൾ എല്ലാ ദിവസവും സ്കൂൾ ടൈം നോക്കുകയാണെങ്കിൽ രാവിലെ ഒരു 9:30 മുതൽ 8 മണിക്കൂർ, പിന്നെ വീട്ടിലൊരു 2 മണിക്കൂർ പഠിത്തം, 10 മണിക്കൂർ. വലുതാവുമ്പോൾ അത് കൂടും. ചുരുങ്ങിയത് ഒരു 12 മണിക്കൂറെങ്കിലും 17 വർഷം നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്, പഠിത്തത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. എന്തിനാണ്? വലുതാകുമ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ മൊത്തം സെറ്റ് ചെയ്യാനായിട്ട്. പറഞ്ഞ് വിശ്വസിക്കൂ, ശരിയാണല്ലോ. നമ്മൾ തിരിച്ചൊന്ന് ആലോചിക്കുകയാണ്. ഞാൻ പണ്ട് 17 വർഷം എല്ലാ ദിവസവും 12 മണിക്കൂർ വെച്ച് പഠിച്ചുകൊണ്ടിരുന്നു. നമ്മൾ പോലും വിശ്വസിക്കത്തില്ല, പക്ഷെ അങ്ങനെ ഞാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്ന് വിചാരിച്ചാൽ ഉറപ്പായിട്ടും ഒരു 6 മണിക്കൂർ മാറ്റി വയ്ക്കാൻ പറ്റും. 6 മണിക്കൂർ വേണ്ട, പോട്ടെ, ഒരു 3 മണിക്കൂർ മാറ്റി വയ്ക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. പഠിച്ചു തുടങ്ങിക്കോ. നല്ലൊരു ചാൻസ് ആണ്, പെട്ടെന്ന് കയറി പോവാം. ഒരു കാരണവശാലും നിങ്ങൾ മിസ്സാക്കരുത്. ഇനി നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് വേണം. നിങ്ങളുടെ പ്രിപ്പറേഷന് കട്ടയ്ക്ക് ഒരു സപ്പോർട്ട് വേണം. അപ്പം അതിന് മുമ്പ്, ഈ സപ്പോർട്ടിന് മുമ്പ് നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ ചുമ്മാ വേറെ കുറേ ടോപ്പിക്കുകളിലോട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ പോകരുത്. നിങ്ങൾ എല്ലാ ദിവസവും ഇംഗ്ലീഷിലെ ഒരു ടോപ്പിക്ക് പഠിക്കുക. ഇംഗ്ലീഷിൽ ഒരു ടോപ്പിക്ക് മസ്റ്റ് ആയിട്ടും പഠിക്കുക. കാര്യം എത്രയാണ്? 50 മാർക്കാണ്. അപ്പം ഇംഗ്ലീഷ് ടോപ്പിക്ക് മസ്റ്റ് ആയിട്ടും പഠിക്കുക. എല്ലാ ദിവസവും കുറച്ച് ഒരു 20 വൊക്കാബുലറി വെച്ച് പ്രാക്ടീസ് ചെയ്ത് പോവുക. എന്നാലേ നമുക്ക് ഇംഗ്ലീഷ് മൊത്തം എടുക്കാൻ പറ്റത്തുള്ളൂ. കുറച്ച് ദിവസം ഒബ്ജക്റ്റീവിന് പ്രിപ്പയർ ചെയ്ത ശേഷം ഗ്രാമറൊക്കെ ഒന്ന് സെറ്റായ ശേഷം നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവിലേക്ക് പോവുക. അടുത്ത GK പഠിച്ചു തുടങ്ങുമ്പോൾ ഈ ടോപ്പിക്കാണ് നിങ്ങൾ ഫസ്റ്റ് പഠിച്ചു തുടങ്ങേണ്ടത്. അതായത് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് 40 മാർക്കാണ്. അവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഒരു 23 മാർക്ക് GK ആയിരിക്കും, പ്ലസ് ഒരു 17 മാർക്ക് കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. കറണ്ട് അഫയേഴ്സ് ആണ് രാജാവ്. ഓക്കെ, അപ്പോൾ അവിടെ കറണ്ട് അഫയേഴ്സിലെ സെൻട്രൽ ഗവൺമെന്റ് സ്കീംസ്, സെൻട്രൽ ഗവൺമെന്റ് പ്രോജക്റ്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കീംസ്, സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രോജക്റ്റ്, സെൻട്രൽ സ്റ്റേറ്റ് അപ്പോയിന്റ്മെന്റ്സ്, ലിറ്ററേച്ചർ അവാർഡ്സ്, ദെൻ സ്പോർട്സ് അവാർഡ്സ്, ഗ്രാമപഞ്ചായത്ത് അവാർഡ്സ്, പിന്നെ ഇന്ത്യയുടെ ഇൻഡെക്സ് റേറ്റിംഗ്, പിന്നെ വിഴിഞ്ഞം പോർട്ട്, അതേപോലെ ഇന്ത്യയിലെ ബാക്കിയുള്ള പോർട്ടുകൾ, ഒളിമ്പിക്സ്, ഫിഫ വേൾഡ് കപ്പ്, IPL, T20, അതുപോലെ ക്രിക്കറ്റ് വേൾഡ് കപ്പ്, പിന്നെ കോർട്ട് റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹൈക്കോർട്ടൊക്കെ പുതിയൊരു വിധിയൊക്കെ പ്രസ്താവിച്ചാൽ ആ കോർട്ട് റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് നോക്കുക. ഇന്ത്യയിലെ മോണുമെന്റ്സ് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. UN ഹെറിറ്റേജ് സൈറ്റ്സ് മൊത്തം നോക്കുക. ഫേമസ് ബുക്സ് ആൻഡ് ഓതേഴ്സ് നോക്കുക. ബാങ്കിങ് കറണ്ട് അഫയേഴ്സ് നോക്കുക. നാഷണൽ ഗെയിംസ്, ഒളിമ്പിക്സ്, സ്പേസ് മിഷൻ, അതേപോലെ ഇന്ത്യൻ ഡിഫൻസ് റിലേറ്റഡ് CA ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇന്ത്യ റീസെൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത മിസൈൽസ്, വെപ്പൺസ് ആർക്കൊക്കെ എക്സ്പോർട്ട് ചെയ്തു, അതൊക്കെ നോക്കുക. ദെൻ മേജർ സ്പോർട്സ് ഇവന്റ്സ്, വെന്യൂ, അതിൻ്റെ വിന്നേഴ്സ് ആരൊക്കെയാണ്, അതേപോലെ മിലിറ്ററി എക്സസൈസ്, ദെൻ നൊബേൽ പ്രൈസ്, അബേൽ പ്രൈസ്, ഓസ്കാർ, നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ്, ഇന്ത്യൻ ഫോറസ്റ്റ്. ഇത്രയാണ് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കുകൾ. അപ്പോൾ ഇത്രയും നമുക്ക് പഠിച്ചാൽ 17 മാർക്കിൽ 17 മാർക്ക് കിട്ടത്തില്ല, ഒരിക്കലും കിട്ടത്തില്ല. ഒരു 12 മാർക്കൊക്കെ നമുക്ക് ഇത്രയും ടോപ്പിക്കിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാ ദിവസവും ഒരു 20 കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് വെച്ച് പ്രാക്ടീസ് ചെയ്ത് പോവുക. ഒരു ബുക്കിനകത്ത് എഴുതി പോവുക. ഒരു 50 കറണ്ട് അഫയേഴ്സ് വായിക്കുമ്പോൾ 30 നിങ്ങൾക്ക് അറിയാമായിരിക്കും. അറിയാത്ത 20 ഒരു ബുക്കിനകത്ത് എഴുതി 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 അങ്ങ് പോവുക. കറണ്ട് അഫയേഴ്സ് സെറ്റ് ആവും, നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കും. ഇനി GK 23 മാർക്കാണ് GK അടക്കുന്നത്. ആ 23 മാർക്കിൽ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കിൽ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഷ്യൻ മൂവ്മെന്റ്സ് ആണ്. ഓഷ്യൻ മൂവ്മെന്റ്സിനകത്ത് ഓഷ്യൻ കറൻസ് ഒക്കെ വരും. ഓഷ്യൻ കറൻസ്, കനാൽസ് ആൻഡ് സ്ട്രെയ്റ്റ്സ് ഇൻ ദ വേൾഡ്, വാട്ടർ ബോഡീസ് ഇൻ കേരള, പിന്നെ വാട്ടർ ബോഡീസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ലേക്സ്, റിവേഴ്സ്, കേരളത്തിലെ ലേക്സ്, റിവേഴ്സ് ഒക്കെ അതിനകത്ത് കവർ ആവും. പിന്നെ ബേസിക് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ, ഇന്ത്യയുടെ ബൗണ്ടറീസ് ഒക്കെ മൊത്തം നോക്കി വെച്ചേക്കുക. ഇന്ത്യയുടെ ഫണ്ടമെന്റൽസ്, ബേസിക് കാര്യങ്ങൾ നോക്കുക. ദെൻ അത് കഴിഞ്ഞെടുത്ത് ഇന്ത്യയുടെ ഫിസിയോഗ്രഫി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ബേസിക് GK ഒക്കെ ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. ഗ്ലോബൽ വാർമിംഗ് എന്ന് നോക്കുക. ട്രാൻസ്പോർട്ടേഷൻ, ബ്രിഡ്ജസ് ആൻഡ് ടണൽസ് നോക്കുക. ട്രാൻസ്പോർട്ടേഷൻ, എയർ ട്രാൻസ്പോർട്ടേഷൻ, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ, ദെൻ റെയിൽ ട്രാൻസ്പോർട്ടേഷൻ നോക്കുക. കേരള റെനൈസൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ഫ്രീഡം മൂവ്മെന്റ്സ് ഇൻ കേരള, വേരിയസ് സിവിലൈസേഷൻ, അതായത് ഇന്ത്യ സിവിലൈസേഷൻ മുതൽ അങ്ങോട്ടുള്ള വേരിയസ് സിവിലൈസേഷൻ നോക്കുക. ലാസ്റ്റ് നടന്ന റീസെന്റ് ആയിട്ടുള്ള ഇലക്ഷൻ ഉണ്ടല്ലോ, സ്റ്റേറ്റ് ഇലക്ഷൻ, ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അതേപോലെ ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈക്കോർട്ട് റിലേറ്റഡ് ഫാക്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്.
അമെൻമെന്റ്സ് ആർട്ടിക്കിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ BNSും IPC ഇപ്പം മാറി, അതൊന്ന് കമ്പയർ ചെയ്ത് വെച്ചേക്കുന്നത് നല്ലതാണ്, ഓരോന്നിലും എന്തൊക്കെയാണുള്ളത്. അതേപോലെ കേരള ഹൈക്കോർട്ട് അതിൻ്റെ ഫോർമേഷൻ, അതിൻ്റെ റീസെൻ്റ് ആയിട്ട് ആരൊക്കെയാണ് അപ്പോയിൻമെൻറ്റ്സിലുള്ളത് നോക്കി വെച്ചേക്കാം. ഫേമസ് ജഡ്ജ്മെൻറ്റ്സ് ആൻഡ് കോർട്സ് ബൈ ജസ്റ്റിസസ്, വേരിയസ് കമ്മീഷൻസ് ഇൻ ഇന്ത്യ ആൻഡ് കേരള, സൈബർ ക്രൈംസ്, പിന്നെ നെറ്റ്വർക്കിംഗ്, അതിനുശേഷം സോഫ്റ്റ്വെയർ, ഇന്റർനെറ്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, മെമ്മറി യൂണിറ്റ്സ്, സ്റ്റേറ്റ് വിത്ത് ഹൈ പ്രൊഡക്ഷൻ. ഫോർ എക്സാമ്പിൾ ഏറ്റവും അധികം വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്, ഏറ്റവും അധികം കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്, മൈക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്, അതിൻ്റെ ഓർഡർ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അത് കഴിഞ്ഞ് അടുത്ത് വരുന്നത് സ്റ്റേറ്റ് ഫെസ്റ്റിവൽസ് നോക്കുക. റിസർച്ച് സ്റ്റേഷൻസ് ഇൻ കേരള, GI ടാഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പീരിയോഡിക് ടേബിൾ, ഹ്യൂമൻ ബോഡി, ലോസ് ഓഫ് മോഷൻ. ഇത്രയും ടോപ്പിക്കിൽ നിന്ന് വേണം നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. കാര്യം ഇതാണ് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ടോപ്പിക്. അല്ല നമ്മൾ കുറേ GK ഒക്കെ പഠിച്ചു, നമ്മളൊന്നും ചോദിക്കാൻ പോകുന്നില്ല. നിങ്ങൾ കഴിഞ്ഞ ഹൈക്കോടതി ക്വസ്റ്റ്യൻ പേപ്പറുകൾ മൊത്തം അനലൈസ് ചെയ്താൽ ഇപ്പോൾ GK ഒരു 50 ടോപ്പിക് 50 ക്വസ്റ്റ്യൻസ് വരെയാണെങ്കിൽ 40 ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന ഈ ടോപ്പിക്കിൽ നിന്ന്. ആ പാറ്റേൺ ആണ് അവർ എപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ടോപ്പിക്കുകളിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക, 6 മാസം മാറ്റി വെച്ചു. ഇനി നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് വേണം. അതേപോലെ ഹിന്ദു ന്യൂസ് പേപ്പറിലെ എഡിറ്റോറിയൽ മസ്റ്റായിട്ട് ഒന്ന് വായിച്ച് പോയാൽ ആ വേർഡ്സ് നിങ്ങൾക്ക് ഭയങ്കര ഫെമിലിയർ ആവും. ഡിസ്ക്രിപ്റ്റീവ് ഒക്കെ എഴുതുന്ന സമയത്ത് നല്ല സെറ്റായിട്ട് നമുക്ക് പോവാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് വേണം. നിങ്ങളുടെ പ്രിപ്പറേഷനിൽ കട്ടയ്ക്ക് ഒരു സപ്പോർട്ട് വേണം. അങ്ങനെയാണെങ്കിൽ സൂപ്പർ നോട്ട്സിൻ്റെ വജ്ര ബാച്ച് ജോയിൻ ചെയ്തു. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ബാച്ചിനകത്ത് കിട്ടാൻ പോകുന്നത്? ഒന്ന്, നിങ്ങൾക്ക് ഏറ്റവും നല്ല ക്ലാസ്സസ് ആയിരിക്കും. അതായത് സൂപ്പർ നോട്ട്സിൻ്റെ പാനൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ഫാക്കൽറ്റി പാനൽ, ആ ലെവലിലുള്ള ഏറ്റവും നല്ല ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും. ഏതാണ്ട് 300+ അവേഴ്സിൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ലൈവായിട്ടുള്ള റിവിഷൻ സെഷൻസ് മൊത്തം കിട്ടും. അതേപോലെ പിന്നെ അടുത്ത് വരുന്ന ഏതാണ്, നമ്മുടെ ലൈവായിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് മൊത്തം നിങ്ങൾക്ക് കിട്ടും. കാര്യം ടോപ്പിക്ക് മാത്രം പഠിച്ചിട്ട് കാര്യമില്ലോടാ, കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് സ്പീഡ് കൂട്ടാൻ പറ്റത്തുള്ളൂ, ട്രെൻഡ് അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആ കാര്യങ്ങൾ മൊത്തം അവിടെ ക്ലിയർ ആണ്. തന്നെ ഏറ്റവും നല്ല നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. ഒരു ഫാക്കൽറ്റി ക്ലാസ്സിനകത്ത് എന്തൊക്കെ പറയുന്നോ ആ പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പ്രിന്റ് റെഡി ആയിട്ടുള്ള PDF നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള മോട്ടിവേഷൻ സെഷൻ. കാര്യം ഇന്ന് നിങ്ങൾക്കുള്ള ആവേശം അങ്ങറ്റം വരെ നിങ്ങൾക്ക് വേണം. കൃത്യമായിട്ടുള്ള മോട്ടിവേഷൻ സെഷൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ് സെഷൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഒരു ടീം നിങ്ങളുടെ എഫേർട്ടിൻ്റെ പകുതി എടുക്കാനായിട്ട് കൂടെ കാണും. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ വജ്ര ബാച്ച് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ഇനി കുറച്ച് പേർക്ക് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്കൊന്ന് 2-3 ദിവസം ബാച്ച് ക്ലോസ് ആവും. അതായത് ഈ വജ്ര ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് മെൻറ്റർ ഉണ്ട്. മാത്രമല്ല ഇത് ഒബ്ജക്റ്റീവ്, ഡിസ്ക്രിപ്റ്റീവ്, പിന്നെ ഇൻ്റർവ്യൂ, ഇത് 3ഉം കവർ ചെയ്യുന്ന ഒരു ബാച്ച് ആയിരിക്കും. ഓക്കെ, അതായത് ഒബ്ജക്റ്റീവ് നിങ്ങൾക്കറിയാം, ക്ലാസ്സസ് മൊത്തം അടിപൊളിയായിരിക്കും. ഡിസ്ക്രിപ്റ്റീവ് നിങ്ങളുടെ പേപ്പർ നമ്മൾ വാല്യൂ ചെയ്യുന്നതായിരിക്കും. എനിക്കൊന്ന് നമ്മൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതായത് ഡിസ്ക്രിപ്റ്റീവിൽ നിങ്ങളുടെ 2 പേപ്പർ, നിങ്ങൾ എഴുതുന്ന 2 പേപ്പർ നമ്മൾ വാല്യൂ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഫാക്കൽറ്റീസ് വാല്യൂ ചെയ്യുന്നതായിരിക്കും. കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തരുന്നതായിരിക്കും. അതായത് ഇന്നതിന് ഇന്ന പ്രശ്നമുണ്ട്, അത് നമ്മുടെ മാത്രം പ്രത്യേകതയാണ്. അങ്ങനെ പോയിട്ടേ കാര്യമുള്ളൂ, റിസൾട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്ലാസ്സസ്, അടിപൊളിയായിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ക്ലാസ്സസ് എടുക്കുന്ന റീമ മിസ് ആണ്. മിസ്സിനെ അറിയാമല്ലോ, മിസ്സിൻ്റെ സ്റ്റുഡൻസ് ആണ് ഹൈക്കോർട്ട് മൊത്തം ഉള്ളതെന്ന്. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത് വരുന്നത് ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ നിങ്ങൾക്ക് ഓഫ്ലൈൻ സെഷനും കിട്ടും, ഓൺലൈൻ സെഷനും നിങ്ങൾക്ക് കിട്ടും. ഒരു മാർക്കും നമ്മൾ പുറത്തു പോകാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഒരു ബാച്ചിൻ്റെ സ്ട്രക്ചർ വരുന്നത്. സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇനി സമയം താമസിക്കരുത്. ഇനി 2 ദിവസം കൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴാണോ ആ സീറ്റ് ഫില്ലാവുന്ന അപ്പോഴേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. സോ അതിനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ, 8281223366 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. എന്നിട്ട് അല്ലെങ്കിൽ ഓക്കെ നമ്പർ ബിസി ആണെങ്കിൽ, കാര്യം ഒരുപാട് പേരാകുമ്പോൾ മേ ബി ചിലപ്പോൾ ബിസി വന്നേക്കാം. അതുകൊണ്ട് അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടിട്ടുണ്ട്, ആ ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്തോ. നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ഉറപ്പിച്ചോ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോ. അപ്പോൾ ബാക്കിയൊന്നും പറയാനില്ല. ഇതാണ് കട്ട് ഓഫ്, ഇതാണ് ഹോട്ട് ടോപ്പിക്സ്, ഇതാണ് ഏജ് ലിമിറ്റ്, ഇതാണ് അറിയേണ്ടതെല്ലാം. സെറ്റല്ലേ? ഇനി നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാനുണ്ട്, എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കുറവുണ്ട്, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. നമ്മുടെ മെൻറ്റേഴ്സ് നിങ്ങളെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു സെഷനിലേക്ക് കാണാം. സൂപ്പർ നോട്ട്സ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തത്തില്ല. എപ്പോഴും ഏറ്റവും നല്ല കോണ്ടന്റ്സ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.